നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ രീതി മാറുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നവർ ഇനി പരീക്ഷണങ്ങൾ കൂടുതൽ നേരിടേണ്ടി വരും. അതിൻ്റെ ഒരു ഡെമോ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഈ പുതിയ ടെസ്റ്റ് എല്ലാവർക്കും, പുതിയ ആളുകൾക്ക്, ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുക. അതിനുള്ള എളുപ്പവഴി ഞാൻ ഈ വീഡിയോയിലൂടെ ലാസ്റ്റ് പറയുന്നുണ്ട്. തീർച്ചയായും മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക, ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ ആംഗുലർ ഭാഗത്തു നിന്നാണ്. ആംഗുലറായിട്ട് 45 ഡിഗ്രിയിൽ ചെരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്താണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. അവിടെയാണ് കാർ ഉണ്ടാവുക. നമ്മൾ അവിടുന്ന് കാർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്ന കള്ളി മുഴുവൻ കറങ്ങി വരാനുള്ളത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം പോകുന്നത് രണ്ടാമത്തെ എച്ച്, അതായത് നടുവിൽ എച്ച് കാണുന്നുണ്ടല്ലോ, അതിൽ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് ഈ ലൈനിലേക്ക് അങ്ങോട്ട് കയറി നേരെ എച്ചിൻ്റെ ആ തലക്കിലേക്ക് പോവാം. ശേഷം റിവേഴ്സ് എടുത്ത് എച്ചിൻ്റെ ഈ ഭാഗത്തേക്ക് റിവേഴ്സ് എടുത്ത് വരിക. അതിനുശേഷം നേരെ മുന്നോട്ടേക്ക് പോയതിന് ശേഷം അതേ റൂട്ടിൽ തന്നെ ബാക്ക് വന്ന് റിവേഴ്സ് ഈ ഫസ്റ്റ് കയറിയ സ്ഥലത്തേക്ക് തന്നെ എത്തണം. എച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ശേഷം മുന്നോട്ടാണ് പോകുന്നത്. ശേഷം മുന്നോട്ട് പോയി വലത്തോട്ട് ഈ എച്ചിൻ്റെ ഔട്ടറായിട്ടുള്ള സ്ഥലത്താണ് ഇനി ടെസ്റ്റ് നടക്കുന്നത്. അതിന് സിഗ്സാഗ് പൊസിഷനാണ് ഫസ്റ്റ് ഉള്ളത്. അതിന് 2 ബെൻഡുകളൊക്കെ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വണ്ടി നല്ലതുപോലെ തിരിച്ചെടുക്കേണ്ട ഒരു ടെസ്റ്റാണിത്. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് അടുത്ത ടെസ്റ്റിലേക്ക് നീങ്ങുകയാണ്. ഇതിൽ നേരെ വന്നാൽ നമുക്കൊരു സൈഡിലൊരു ചെറിയൊരു പൊസിഷൻ കാണാം. അവിടേക്ക് നമുക്ക് പാർക്ക് ചെയ്യണം. റിവേഴ്സ് എടുത്താണ് പാർക്ക് ചെയ്യേണ്ടത്. കണ്ണാടിയിൽ നല്ലതുപോലെ നോക്കി പഠിച്ചാൽ മാത്രമേ ഈ റിവേഴ്സിൽ കണ്ണാടി നോക്കി നമുക്ക് ബാക്ക് എടുത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശേഷം എവിടുന്ന് എടുത്ത് വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്കൊരു കയറ്റത്തിലേക്കാണ് എത്തുന്നത്. ആ കയറ്റത്തിലൊരു നിർത്താനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ശേഷം ആ കയറ്റത്തിൽ വെച്ച് ബാക്ക് ഒഴിയാതെ, കാറ് ഓഫാവാതെ നമുക്ക് എടുത്തു പോകണം. കയറ്റത്തിൽ ഓഫാവാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറക്കമാണ്. ആ കയറ്റത്തിൻ്റെ ഇറക്കമാണ്. അവിടെ കുഴപ്പമൊന്നുമില്ല. ശേഷം വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ കാറ് എവിടെ നിന്നാണോ എടുത്തത് അവിടേക്ക് ബാക്ക് എടുത്ത് റിവേഴ്സ് എടുത്ത് വെക്കണം, ആംഗുലർ ഭാഗത്തേക്ക്. ഇപ്പോൾ ടെസ്റ്റ് പൂർണ്ണമായി. ഇങ്ങനെയാണ് ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവുക. തീർച്ചയായും ഇത് നല്ലൊരു ടെസ്റ്റ് തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിന് ഭാവിയിൽ ഒരു മുതൽക്കൂട്ടാവുന്നൊരു ടെസ്റ്റ് തന്നെയാവും. ഡ്രൈവർമാരെല്ലാം നല്ല ക്വാളിറ്റിയുള്ള, നല്ല എക്സ്പേർട്ട് ഡ്രൈവർമാരായിരിക്കും നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാവുക. തീർച്ചയായും ഇത് സമൂഹത്തിന് ആവശ്യമായ ഒരു നിയമം തന്നെയാണ്. അതിനെ എല്ലാവരും അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്ത് ഇത് നല്ല രീതിയിൽ നടപ്പാക്കാനും എല്ലാവരും സഹകരിക്കുമെന്ന് ആണ് എൻ്റെ പ്രതീക്ഷ. ഞാനും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇനി ഈ ടെസ്റ്റ് പാസ്സാകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ലതുപോലെ പഠിക്കുക. എന്നാൽ ഈ ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റും. വേറെ ഒരു മാർഗവും ഇതിനില്ല. നല്ലതുപോലെ പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ടെസ്റ്റ് പാസ്സാവുകയും ചെയ്യാം. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.